ഹലോ ഡിയർ കേട്ടറ്റ് എക്സ്പീരിയൻസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയിലെ കേട്ടറ്റ് സെറ്റ്, നെറ്റ്, HSA, HSST, LPUP, PSC തുടങ്ങി നിരവധിയായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളിലേക്ക് അഡ്മിഷൻസ് തുടരുകയാണ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട്, അതായത് സർവീസിലുള്ള അധ്യാപകർക്കും കൂടി വേണ്ടി നടത്തുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടോസ് അക്കാഡമിയുടെ കേട്ടറ്റ് ഹിന്ദി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് പരീക്ഷയ്ക്കായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്കായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ പാറ്റേണിൽ വരുന്ന ഏതാനും ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വഹ് പഠ്കർ സോ ഗയ. ഇസ് വാക്യ മേം പഠ്കർ ക്യാ ഹെ? ഓപ്ഷനിലുള്ളത് പൂർവകാലിക് കൃതന്ത്, പൂർണ്ണ കൃതന്ത്, അപൂർണ കൃതന്ത്, ക്രിയാർത്ഥ കൃതന്ത് എന്നിവയാണ്. ഇവിടെ കൃതന്തം എന്നാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്രിയയിൽ നിന്ന് രൂപപ്പെട്ട് നാമം, വിശേഷണം അല്ലെങ്കിൽ അവ്യയം പോലെ പ്രവർത്തിക്കുന്ന പദത്തെയാണ് കൃതന്തം എന്ന് പറയുന്നത്. ഹിന്ദി വ്യാകരണത്തിൽ ധാതുവിൽ, അതായത് ക്രിയയിൽ നിന്ന് രൂപപ്പെട്ടും വാക്യത്തിൽ മറ്റു പദങ്ങളുടെ സ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പദമാണ് കൃതന്തം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, വായിക്കുന്ന കുട്ടി, അതിന് നമ്മളെങ്ങനെ പറയും? പഠ്താ ഹുവ ബച്ച. എഴുതിയ കത്ത്, ലിഖാ ഹുവ പത്ര. ഖേൽനെ ഗയ, കളിക്കാൻ പോയി. ഇവിടെ വായിക്കുന്ന, എഴുതിയ, കളിക്കാൻ എന്നീ പദങ്ങളെല്ലാം ക്രിയയിൽ നിന്ന് വന്ന കൃതന്തങ്ങളാണ്. അപ്പോൾ കൃതന്തങ്ങളെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ആ പ്രധാന വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂർവകാലിക കൃതന്തം, അതായത് മുൻപ് പൂർത്തിയാക്കിയ പ്രവൃത്തിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പൂർണ്ണ കൃതന്തം, അവിടെ പൂർണ്ണമായ പ്രവൃത്തി സൂചിപ്പിക്കുന്നു. അപൂർണ കൃതന്തം, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ക്രിയാർത്ഥക കൃതന്തം എന്നാൽ ഉദ്ദേശം സൂചിപ്പിക്കുന്ന പ്രവൃത്തി. വിശദമായി പറയുകയാണെങ്കിൽ, പൂർവകാലിക കൃതന്തം അല്ലെങ്കിൽ പൂർവകാലിക് കൃതന്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിൽ പ്രധാന ക്രിയ നടക്കുന്നതിന് മുൻപ് ഒരു പ്രവൃത്തി പൂർത്തിയായതായി സൂചിപ്പിക്കുന്ന കൃതന്ത രൂപത്തെയാണ് പൂർവകാലിക കൃതന്തം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി മറ്റൊരു പ്രവൃത്തിക്ക് മുമ്പ് സംഭവിച്ചതായിട്ട് വ്യക്തമാകുന്നു. അപ്പോൾ ഇവിടെ ധാതുവിനോടൊപ്പം കർ, കർക്കേ, കർത്തേഹി തുടങ്ങിയ പ്രത്യയങ്ങൾ കൂട്ടിച്ചേർത്ത് പൂർവകാലിക് കൃതന്ത് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ, ഖാക്കർ രാം സ്കൂൾ ഗയ. മലയാളത്തിൽ നമ്മളെങ്ങനെ പറയും? ഭക്ഷണം കഴിച്ച് രാമൻ സ്കൂളിൽ പോയി. അപ്പോൾ ഇവിടെ ആദ്യം കഴിച്ചു, പിന്നെയാണ് പോയത്. പെഹലെ ഖാന ഫിർ ജാന. അപ്പോൾ ഇത്തരത്തിൽ മുൻപേ നടന്ന പ്രവൃത്തി സൂചിപ്പിക്കുന്ന കൃതന്തങ്ങളെയാണ് പൂർവകാലിക് കൃതന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൂർണ്ണ കൃതന്തം അല്ലെങ്കിൽ പൂർണ്ണ കൃതന്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി പൂർണ്ണമായി തീർന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ധാതുവിൽ നിന്ന് രൂപപ്പെട്ട് പ്രവൃത്തി സമ്പൂർണ്ണമായി പൂർത്തിയായതായി വ്യക്തമാക്കുന്ന കൃതന്തമാണ് പൂർണ്ണ കൃതന്തം. അതായത് ഹിന്ദിയിൽ ധാതുവിനോട് സാധാരണയായിട്ട് ആ, ഈ, എ, ത, യ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്താണ് പൂർണ്ണ കൃതന്തം നിർമ്മിക്കുന്നത്. ഉദാഹരണമായിട്ട്, എഴുതപ്പെട്ട കത്ത്, അതായത് ലിഖാ ഹുവ പത്ര. കഴിക്കപ്പെട്ട പഴം, ഖായാ ഹുവ ഫൽ. വായിച്ച പുസ്തകം, പഠി ഹുയി കിതാബ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രവൃത്തി ഇതിനകം പൂർത്തിയായിട്ടിരിക്കുകയാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള കൃതന്തങ്ങളെയാണ് പൂർണ്ണ കൃതന്തം എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട്, പൂർണ്ണമാണ്. അപ്പോൾ അതുപോലെ തന്നെ അപൂർണ കൃതന്ത് എന്തായിരിക്കും? ഒരു പ്രവൃത്തി ഇനിയും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും നടക്കുകയോ പൂർത്തിയായിട്ടില്ലാതെയോ ഇരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അത്തരമൊരു അർത്ഥം തരുന്ന കൃതന്ത രൂപത്തെയാണ് അപൂർണ കൃതന്തം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ അത് അപൂർണമായ നിലയിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമല്ല എന്ന് സൂചിപ്പിക്കുന്ന കൃതന്തമാണ് അപൂർണ കൃതന്തം. ഹിന്ദിയിൽ ധാതുവിനോട് ത ഹുവ, തി ഹുയി, തേ ഹുയേ എന്നിവ ചേർത്ത് അപൂർണ കൃതന്തം നിർമ്മിക്കുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടി,
ചൽത്താ ഹുവ ലഡ്ക, വായിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി, പഠിത്തി ഹുയി ലഡ്കി, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഖേൽത്തെ ഹുയെ ബച്ചെ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, ബഹത്താ ഹുവ പാനി. അപ്പോൾ ഇവിടെ വാക്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൂർത്തിയാകാത്ത പ്രവൃത്തിയെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള കൃദന്തങ്ങളെ അപൂർണ കൃദന്തം എന്ന് പറയുന്നു. ഇനി മറ്റൊരു തരം കൃദന്താണ് ക്രിയാർത്ഥക കൃദന്തം അല്ലെങ്കിൽ ക്രിയാർത്ഥക് കൃദന്ത്. ഒരു പ്രവൃത്തി ഏത് ലക്ഷ്യത്തോടെയോ ഉദ്ദേശത്തോടെയോ ചെയ്യപ്പെടുന്നു എന്നത് വ്യക്തമാക്കുന്ന കൃദന്ത രൂപത്തെയാണ് ക്രിയാർത്ഥക കൃദന്തം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി എന്തിനു വേണ്ടിയാണ് നടത്തപ്പെടുന്നത് എന്ന അർത്ഥം സൂചിപ്പിക്കുന്നു. ഹിന്ദിയിൽ ധാതുവിനോടൊപ്പം നേ, നേ കേലിയെ, ന എന്നിവ ചേർത്ത് ക്രിയാർത്ഥക കൃദന്തം നിർമ്മിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ വഹ് പഠിനെ സ്കൂൾ ഗയാ, അവൻ പഠിക്കാൻ സ്കൂളിൽ പോയി. മേം ഖാനെ ബാഹർ ഗയാ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയി. രാം കമാനെ ഷഹർ ഗയാ, രാം സമ്പാദിക്കാൻ നഗരത്തിലേക്ക് പോയി. വഹ് പുസ്തക് പഠിനെ കേലിയെ ലായി, അവൾ പുസ്തകം വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള കൃദന്തങ്ങളെയാണ് ക്രിയാർത്ഥക കൃദന്തം അല്ലെങ്കിൽ ക്രിയാർത്ഥക് കൃദന്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം വഹ് പഠിക്കർ സോ ഗയാ, ഇസ് വാക്യമേ പഠിക്കർ ക്യാ ഹെ എന്നുള്ളതായിരുന്നു. പഠിക്കർ സോ ഗയാ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രവൃത്തി മറ്റൊരു പ്രവൃത്തിക്ക് മുമ്പ് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് കൃദന്തായിട്ട് പറയാം? പൂർവകാലിക കൃദന്തം അല്ലെങ്കിൽ പൂർവകാലിക് കൃദന്ത് ആണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് പൂർവകാലിക് കൃദന്ത്. കൃദന്തിനെ കുറിച്ച് അധികം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വ്യത്യസ്തമായ ചോദ്യമായിരുന്നു കൃദന്ത് എന്ന ടോപ്പിക്. അടുത്ത ചോദ്യം, രാംചരിത മാനസ് കെ പ്രഥം 4 കാണ്ഡോം കാ സഹി ക്രമ ഹേ. ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ എ സുന്ദർകാണ്ട്, കിഷ്കിന്ധാകാണ്ട്, അയോധ്യാകാണ്ട്, ബാലകാണ്ട്. ഓപ്ഷൻ ബി ബാലകാണ്ട്, അയോധ്യാകാണ്ട്, അരണ്യകാണ്ട്, കിഷ്കിന്ധാകാണ്ട്. ഓപ്ഷൻ സി അയോധ്യാകാണ്ട്, ബാലകാണ്ട്, ലങ്കാകാണ്ട്, സുന്ദർകാണ്ട്. ഓപ്ഷൻ ഡി ബാലകാണ്ട്, സുന്ദർകാണ്ട്, അയോധ്യാകാണ്ട്, ലങ്കാകാണ്ട്. രാംചരിതമാനസിനെ കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. രാംചരിതമാനസിനെ കിത്തനെ കാണ്ട് ഹേ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 7 കാണ്ടായിട്ടാണ് രാംചരിതമാനസിനെ തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രമം നമുക്കറിയാം. ബാലകാണ്ട്, അയോധ്യാകാണ്ട്, അരണ്യകാണ്ട്, കിഷ്കിന്ധാകാണ്ട്, സുന്ദർകാണ്ട്, ലങ്കാകാണ്ട്. ലങ്കാകാണ്ടിന് മറ്റൊരു പേരുണ്ട് യുദ്ധകാണ്ട്, അതുപോലെ ഉത്തർകാണ്ട്. അപ്പോൾ ഇത്രയാണ് 7 കാണ്ടുകൾ. അപ്പോൾ ഇതിൽ ഛന്ദ് പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ എണ്ണം അനുസരിച്ച് ബാലകാണ്ട്, കിഷ്കിന്ധാകാണ്ട് എന്നിവ യഥാക്രമം ഏറ്റവും വലുതും ചെറുതുമായിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലുത് ചെറുത് എന്നുള്ളതും അല്ല, കാണ്ട് എത്ര എണ്ണം എന്നതും അല്ലായിരുന്നു ക്വസ്റ്റ്യൻ. രാംചരിതമാനസിലെ ആദ്യത്തെ 4 കാണ്ട് ശരിയായി ക്രമപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഓർഡർ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ബാലകാണ്ട്, അയോധ്യാകാണ്ട്, അരണ്യകാണ്ട്, കിഷ്കിന്ധാകാണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഓർഡർ. ആദ്യത്തെ 4 കാണ്ട് ഇതാണ്. ഇനിയിപ്പോൾ അവസാനത്തെ 4 ചോദിക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ ഏതെന്ന് ചോദിക്കാം. ഇപ്പോൾ എണ്ണം അനുസരിച്ച് 4-മത്തേത് ഏത്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അത്തരത്തിൽ ചോദ്യം ചോദിച്ചിരുന്നു. തുളസീദാസ് കെ രാംചരിതമാനസ് കാ തീസരാ കാണ്ട് കോൻസാ ഹെ. അപ്രകാരം ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം അരണ്യകാണ്ടാണ്. അരണ്യകാണ്ടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായി തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മാനസ സാഗർ കെ തടുപ്പർ ക്യോം ലോൽ ലഹർ की धाते कल कल ध्वनि से हेम कहती कुछ विस्मृत बीती बातें. ये पंक्तियाँ जयशंकर प्रसाद के किस काव्य की है? ഓപ്ഷനിലുള്ളത് ആൻസു, ഝർണ, കാനനകുസും, ലഹർ.
इस करुणा कलित हृदय में अब विकल रागिनी बजती, क्यों हाहाकार स्वरों में वेदना असीम गरजती। मानस सागर के तट पर क्यों लोल लहर की घातें कल कल ध्वनि से हैं कहती, कुछ विस्मृत बीती बातें। आती है शून्य क्षितिज से क्यों लौट प्रतिध्वनि मेरी, टकराती बिल खाती सी पगली सी देती फेरी। ജയശങ്കർ പ്രസാദിൻ്റെ ആൻസു കവിതയിലെ വരികളാണിവ. ജയശങ്കർ പ്രസാദിൻ്റെ കവിതയായ ആൻസു 1925 ഝാൻസിയിലെ ചിർഗാവിലെ സാഹിത്യ സദനിൽ നിന്നുമാണ് അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത്. സെക്കൻഡ് എഡിഷൻ 1933 പ്രയാഗിൽ നിന്നും പബ്ലിഷ് ചെയ്തു. ആൻസു ഒരു വിരഹ കാവ്യമാണ്. ആനന്ദ് ഛന്ദിലാണ് ആൻസു രചിച്ചിരിക്കുന്നത്. ആൻസു എന്ന കവിതയിൽ കരുണരസത്തിനാണ് പ്രാധാന്യം. ആൻസു ഒരു മുക്തക കാവ്യസങ്കലനാണെന്ന് പറയാം. ഡോക്ടർ നഗേന്ദ്ര ആൻസുവിനെ ഒരു സ്മൃതി കാവ്യം എന്ന് വിളിച്ചിട്ടുണ്ട്. കവിതയിലെ വരികൾ തന്നിട്ട് കവി ആര് എന്നും ചോദിക്കാം, ഏത് കവിതയാണെന്നും ചോദിക്കാം. അപ്പോൾ സിലബസ് അനുസരിച്ചുള്ള രചനകളിൽ കഥയായിക്കോട്ടെ കവിത ആയിക്കോട്ടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു പോവുക. ഇപ്പോൾ പരീക്ഷയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി, ആഴത്തിൽ നമ്മൾ ഓരോ രചനകളെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ട്രെൻഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു മാർക്ക് പോലും ആ ഒരു രീതിയിൽ കുറഞ്ഞു പോകാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ രചനകളും സിലബസ് പ്രകാരമുള്ള രചനകളൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ആപ്കാ ബണ്ടി ഉപന്യാസ് മേ ബണ്ടി കിസ്കാ കിർദാർ ഹേ? ഓപ്ഷനിലുള്ളത് एक बच्चे का, एक नौकर का, एक किसान का, एक अफसर का. ആപ്കാ ബണ്ടി എന്ന നോവൽ നമുക്ക് നല്ല പരിചയമുള്ളതാണ്. നിരവധി ചോദ്യങ്ങൾ ആപ്കാ ബണ്ടിയിൽ നിന്ന് മുൻപുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. ഈ ചോദ്യത്തിൽ പ്രത്യേകിച്ചൊരു വാക്കെടുത്ത് ചോദിച്ചിരിക്കുന്നു, കിർദാർ. എന്താണ് കിർദാർ? വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. കിർദാർ എന്നാൽ ക്യാരക്ടർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആപ്കാ ബണ്ടി എന്ന നോവലിൽ ബണ്ടി എന്നത് ആരാണ്? ആ ഒരു കഥാപാത്രം ആരാണ്? ഒരു കുട്ടിയാണോ, നൗക്കറാണോ, കിസാനാണോ, അഫ്സറാണോ? കറക്റ്റ് ആൻസർ നമുക്കറിയാം, എക് ബച്ചേക്ക, ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ് ബണ്ടി. അപ്പോൾ ആപ്കാ ബണ്ടി എന്ന നോവലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബാലമനോവിജ്ഞാൻ പർ ആധാരിത ഉപന്യാസാണ് ആപ്കാ ബണ്ടി. മന്നു ഭണ്ഡാരി എന്ന ഹിന്ദിയിലെ സുപ്രസിദ്ധ കഹാനിക്കാറാണ് ഈ ഒരു രചന ചെയ്തിട്ടുള്ളത്. 1971 ആപ്കാ ബണ്ടി പബ്ലിഷ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനിടയിൽ പെട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതവുമാണ് നമ്മൾ ആപ്കാ ബണ്ടിയിലൂടെ കണ്ടിട്ടുള്ളത്. 1971 പബ്ലിഷ് ചെയ്ത മന്നു ഭണ്ഡാരിയുടെ ആദ്യത്തെ സ്വതന്ത്ര ഉപന്യാസമാണ് ആപ്കാ ബണ്ടി. ആപ്കാ ബണ്ടി ഒരു സാമാജിക് പ്രധാന ഉപന്യാസമാണ്. സമൂഹത്തിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു രചനയിൽ മന്നു ഭണ്ഡാരി ചെയ്തിട്ടുള്ളത്. ബണ്ടിയുടെ അമ്മയായ ശകുൻ, അതുപോലെ തന്നെ അജയ്, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ഈ ഒരു രചനയിൽ വരുന്നത്. മന്നു ഭണ്ഡാരി കാ ഉപന്യാസ് ആപ്കാ ബണ്ടി മേ ബണ്ടി കോൻ ഹെ എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്ഷനകത്ത് പാരിവാരി വിഘടൻ സെ പീഡിത് ബച്ച എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിലാണ് ഇവിടെ കിർദാർ എന്ന വാക്ക് ഉപയോഗിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്രകാരം ചോദിച്ചാലും നമ്മളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ പുതിയ വാക്കുകൾ പ്രയോഗിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയും നമുക്ക് ഇനിയുള്ള പരീക്ഷകളിലും പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം,
ആൽഹ ഖണ്ഡ് കിസ്കി രചന ഹെ? ഓപ്ഷനിൽ ചന്ദ് ബർദായി കി, നരപതി നാൽഹ് കി, ജഗനിക് കി, ദളപതി വിജയ് കി. ഇത്രയുമാണ് ഉള്ളത്. രാസോ കാവ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. പൃഥ്വിരാജ് റാസോ, ബീസൽദേവ് റാസോ, പരമാൽ റാസോ എന്നിങ്ങനെ രാസോ കാവ്യങ്ങളെപ്പറ്റി മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. കിസ് രാസോ കോ ആൽഹ ഖണ്ഡ് കഹാ ജാത്താ ഹെ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. നമുക്കറിയാം പരമാൽ റാസോ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, ആൽഹ ഖണ്ഡിനെ പറ്റിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആൽഹ ഖണ്ഡ് ആരുടെ രചനയാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നത്. പരമാൽ റാസോ എന്നല്ല ചോദിച്ചത്, ആൽഹ ഖണ്ഡ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ആൽഹ ഖണ്ഡ് ജഗനിക്കിൻ്റെ രചനയാണ്, അല്ലെങ്കിൽ പരമാൽ റാസോയുടെ രചയിതാവ് ജഗനിക്കാണ്. അപ്രകാരവും ചോദ്യം ചോദിക്കാറുള്ളതാണ്. പരമാൽ റാസോക്കെ രചയിത കോൻ ഹെ? ജഗനിക്ക്. ഉത്തർപ്രദേശിലെ ആൽഹ ഖണ്ഡ് എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച ഒരു കാവ്യമാണ് പരമാൽ റാസോ. പരമാൽ റാസോ ലോക ഗേയകാവ്യമാണ്. പരമാൽ റാസോയുടെ രചയിതാവ് ജഗനിക്കാണ്. മഹോബായിലെ രാജാവായിരുന്ന പരമർദിദേവിൻ്റെ ആശ്രിതനായിരുന്നു ജഗനിക്. ഈ ഒരു കാവ്യത്തിൽ ആൽഹ അതുപോലെ ഊദൽ ഇത് രണ്ടും വീരപുരുഷന്മാരാണ്. ഈ വീരപുരുഷന്മാരുടെ വീരത നിറഞ്ഞ യുദ്ധവർണ്ണനയാണ് പരമാൽ റാസോയിൽ അല്ലെങ്കിൽ ആൽഹ ഖണ്ഡിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 13വീം ശതി ആണ്, അതായത് 13ാം നൂറ്റാണ്ടാണ് ഈ ഒരു കാവ്യത്തിൻ്റെ, ഈ ഒരു രാസോ കാവ്യത്തിൻ്റെ രചനാകാലം എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എന്തെങ്കിലും രചനകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രചനകൾക്ക് അപരനാമങ്ങളുണ്ടെങ്കിൽ അതുകൂടി ശ്രദ്ധയിൽ വയ്ക്കുക. അപ്രകാരവും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ചലൻ ചലൻ സബ് കോയി കഹത്ത് ഹേ, നാ ജാനോ വൈകുണ്ഠ് കഹാം ഹേ, യഹ് കിസ്കി പങ്ക്തി ഹേ? അപ്പോൾ വരി തന്നിരിക്കുകയാണ്. ഇത് ആരുടെ വരികളാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനിൽ വിദ്യാപതി കി, മീരാബായി കി, കബീർ ദാസ് കി, ബിഹാരി കി. കറക്റ്റ് ആൻസർ വരുന്നത് കബീർ ദാസ് ആണ്. കബീർ ദാസിൻ്റെ ദോഹകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുക. കബീർദാസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം, എങ്കിലും നമുക്കൊരിക്കൽ കൂടി നോക്കാം. കബീർദാസിൻ്റെ ജനനം കാശിയിലാണ്. അദ്ദേഹം സന്ത് പരമ്പരയിലെ, അതായത് നിർഗുൺ ജ്ഞാനാശ്രയി സന്ത് കവിയാണ് കബീർദാസ്. കബീർദാസിൻ്റെ ഗുരു വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യനായിരുന്ന രാമാനന്ദാണ്. കബീർദാസിനെ ചന്ദ് ശിരോമണി, അതുപോലെ തന്നെ വാണിക ഡിക്റ്റേറ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വാണിക ഡിക്റ്റേറ്റർ എന്ന് കബീർദാസിനെ വിളിച്ചത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. കബീർദാസിൻ്റെ ഭാഷ സദുക്കടി ഭാഷയാണ്. അതുപോലെ തന്നെ കബീർദാസിൻ്റെ ഭാഷ സദുക്കടിയാണ് എന്ന് പറഞ്ഞത് ആചാര്യ രാംചന്ദ്ര ശുക്ലാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഗ്രന്ഥസങ്കലൻ്റെ പേര് ബീജക് എന്നാണ്. ബീജക് കളക്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ധർമ്മദാസ് ആണ്. ബീജകിന് 3 ഭാഗങ്ങളുണ്ട്, സാഖി, സബദ്, രമൈനി. അതുപോലെ തന്നെ കബീർദാസിൻ്റെ ഭാഷ പഞ്ചമേൽ ഖിച്ചടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്യാം സുന്ദർ ദാസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം. പക്ഷേ ചോദ്യം വന്നിരിക്കുന്നത് കബീർദാസിൻ്റെ ദോഹകളൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിരിക്കണം, വായിച്ചിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ദോഹകളൊക്കെ എടുത്ത് ചോദിച്ചിട്ട് ഇത് ആരുടേതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കരുതിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ പാറ്റേണിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. പരീക്ഷയ്ക്ക് വെറുതെ പ്രിപ്പയർ ആവുകയല്ല നമ്മൾ വേണ്ടത്, കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ വരുന്ന പരീക്ഷയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കേട്ടറ്റ് ആസ്പിരൻസിനും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്.